وقال الله لا تتخذوا إلهين اثنين إنما هو إله واحد فإياي فارهبون. അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു, രണ്ട് ദൈവങ്ങളെ സ്വീകരിക്കരുത്. ദൈവം ഒരേയൊരുവൻ മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക. وله ما في السماوات والأرض وله الدين واصبا أفغير الله تتقون. ഭൂമിയിലുള്ളതും വാനലോകത്തുള്ളതൊക്കെയും അവനുള്ളതാകുന്നു. കലർപ്പന്യേ അവന്റെ മാത്രം ദീൻ പ്രപഞ്ചത്തിലഖിലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും നിങ്ങൾ അല്ലാഹുവിനെ വെടിഞ്ഞ് ഇതരന്മാരോട് ഭക്തി പുലർത്തുകയോ? وما بكم من نعمة فمن الله ثم إذا مسكم الضر فإليه تجأرون. നിങ്ങൾക്ക് ലഭിക്കുന്ന ഏതൊരനുഗ്രഹവും അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമുള്ളതാകുന്നു. അനന്തരം ദുരിതം ബാധിച്ചാൽ നിങ്ങൾ വേവലാദികളുമായി ഓടിച്ചെല്ലുന്നതും അവങ്കിലേക്ക് തന്നെ. തൗഹീദിന്റെ വ്യക്തമായ ഒരു ദൃഷ്ടാന്തം സ്വന്തം അന്തരംഗങ്ങളിൽ തന്നെ കുടികൊള്ളുന്നതാണ്. കഠിനമായ പരീക്ഷണഘട്ടത്തിൽ എല്ലാ കൃത്രിമ സങ്കല്പങ്ങളുടെയും ഭിത്തികൾ തകരുമ്പോൾ അല്പസമയത്തേക്ക് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തുവരുന്നു. അന്നേരം അല്ലാഹു അല്ലാത്ത മറ്റൊരു രാജാവിനെയും നിങ്ങൾ അറിയുകയില്ല. ثم إذا كشف الضر عنكم إذا فريق منكم بربهم يشركون. എന്നാൽ അല്ലാഹു ആ ദുരിതം നീക്കിക്കളഞ്ഞാൽ പെട്ടെന്നതാ നിങ്ങളിലൊരു കൂട്ടർ ആ അനുഗ്രഹത്തിനുള്ള നന്ദിയിൽ അല്ലാഹുവിനോടൊപ്പം ഇതരന്മാരെ പങ്കാളികളാക്കുന്നു. അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നതിനോടൊപ്പം മറ്റു മഹാന്മാർക്കോ ദേവീദേവന്മാർക്കോ നന്ദി ചെയ്യാനായി അവർക്ക് നേർച്ചാ വഴിപാടുകൾ അർപ്പിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ തങ്ങളുടെ ദൃഷ്ടിയിൽ അല്ലാഹു ചെയ്ത ഈ അനുഗ്രഹങ്ങളിൽ ആ മഹാന്മാരുടെ അനുഗ്രഹങ്ങൾക്കു കൂടി പങ്കുണ്ടായിരുന്നുവെന്ന് തങ്ങളുടെ ഓരോ വാക്കുകൾ കൊണ്ടും അവർ തെളിയിക്കുകയാണ്. എന്നല്ല, ആ മഹാന്മാർ അല്ലാഹുവിനെ അനുഗ്രഹം ചെയ്യാൻ പ്രേരിപ്പിച്ചിരുന്നില്ലെങ്കിൽ അല്ലാഹു ആ അനുഗ്രഹം ചെയ്യുമായിരുന്നില്ലെന്ന്. ليكفروا بما آتيناهم فتمتعوا فسوف تعلمون. അല്ലാഹുവിന്റെ ഔദാര്യത്തോട് നന്ദികേട് കാണിക്കുന്നതിനത്രേ അത്. ശരി, സുഖിച്ചുകൊള്ളുവിൻ, അധികം താമസിയാതെ നിങ്ങൾ അറിയുന്നുണ്ട്. ويجعلون لما لا يعلمون نصيبا مما رزقناهم تالله لتسألن عما كنتم تفترون. നാം ഇവർക്ക് നൽകിയതിൽ നിന്ന് ഇവർക്ക് തന്നെ യാഥാർത്ഥ്യം അറിഞ്ഞുകൂടാത്ത ചില വസ്തുക്കൾക്ക് ഇവർ വിഹിതം നിശ്ചയിക്കുന്നു. അല്ലാഹുവാണ് സത്യം. കെട്ടിച്ചമച്ച ഈ വ്യാജത്തെക്കുറിച്ച് തീർച്ചയായും നിങ്ങൾ ചോദിക്കപ്പെടുന്നതാകുന്നു. ഇവർക്ക് തന്നെ യാഥാർത്ഥ്യം അറിഞ്ഞുകൂടാത്ത ചില വസ്തുക്കൾക്ക് എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്: അല്ലാഹു തന്റെ ദിവ്യത്വത്തിൽ പങ്കാളികളാക്കിയിട്ടില്ലാത്തവർ തന്റെ അധികാര പരിധിയിലുള്ള ഏതെങ്കിലും പ്രദേശത്ത് ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നുവെന്ന് അവലംബനീയമായ ഒരു പ്രമാണത്തിലൂടെയും തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തവർ. ചില വസ്തുക്കൾക്ക് ഇവർ വിഹിതം നിശ്ചയിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ താൽപര്യം അവർക്ക് വേണ്ടിയുള്ള നേർച്ചാ വഴിപാടുകൾക്കായി തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നും ഉൽപ്പന്നങ്ങളിൽ നിന്നും ഒരു നിർണിത ഭാഗം നീക്കിവെക്കുന്നു. وَيَجْعَلُونَ لِلَّهِ الْبَنَاتِ سُبْحَانَهُ وَلَهُم مَّا يَشْتَهُونَ. ഇവർ അല്ലാഹുവിന് പെൺമക്കളെ കൽപ്പിക്കുന്നു. അവൻ എത്ര പരിശുദ്ധൻ, അവർക്കോ അവർ സ്വയം ഇഷ്ടപ്പെടുന്നതും. അറേബ്യൻ മുശ്രിക്കുകളുടെ ആരാധ്യരിൽ ദേവന്മാർ വളരെ കുറവായിരുന്നു, ദേവികളായിരുന്നു കൂടുതൽ. ഈ ദേവികൾ ദൈവത്തിന്റെ പെൺമക്കളാണെന്നായിരുന്നു അവരുടെ വിശ്വാസം. ഇതേപോലെ മലക്കുകളെയും അവർ ദൈവത്തിന്റെ പെൺമക്കളായി സങ്കൽപ്പിച്ചിരുന്നു. അവർക്ക് സ്വയം ഇഷ്ടപ്പെടുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആൺമക്കളാണ്. وَإِذَا بُشِّرَ أَحَدُهُم بِالْأُنثَىٰ ظَلَّ وَجْهُهُ مُسْوَدًّا وَهُوَ كَظِيمٌ. അവരിൽ ഒരാൾക്ക് പെൺകുട്ടി ജനിച്ചതായി സുവാർത്ത ലഭിച്ചാൽ
കഠിന ദുഃഖം കടിച്ചിറക്കി അവന്റെ മുഖം കറുത്തുപോകുന്നു. يتوارى من القوم من سوء ما بشر به أيمسكه على هون أم يدسه في التراب ألا ساء ما يحكمون. തനിക്ക് ലഭിച്ച സന്ദേശത്തിന്റെ ഹീനതയാൽ അവൻ ജനത്തിൽ നിന്ന് ഒളിച്ചു നടക്കുന്നു. അപമാനഭാരമായി പുത്രിയെ വളർത്തേണമോ അതല്ല അവളെ മണ്ണിൽ കുഴിച്ചു മൂടിയാലോ എന്നവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കുക, എത്ര ദുഷിച്ച വിധിയാണിവർ അള്ളാഹുവിന്റെ കാര്യത്തിലെടുക്കുന്നത്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം നിന്ദ്യതയും അപമാനവുമായി കണക്കാക്കുന്ന പെൺകുട്ടികളെയാണ് ഈ ജനങ്ങൾ ഒട്ടും ചിന്തിക്കാതെ ദൈവത്തിന് കൽപ്പിച്ചു കൊടുക്കുന്നത്. ദൈവത്തിന് ആൺമക്കളെ സങ്കൽപ്പിക്കുക എന്നതുതന്നെ അതിരു കവിഞ്ഞ അവിവേകവും മര്യാദകേടുമാണെന്ന വസ്തുതയും അവർ ഓർക്കുന്നില്ല. അറേബ്യൻ മുശ്രിക്കുകളുടെ ഈ പ്രവർത്തനത്തെ ഈ സവിശേഷ കോണിലൂടെ വിമർശിച്ചത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഭാവന എത്രമാത്രം തരം താഴ്ന്നതാണെന്ന് വ്യക്തമാക്കാനാണ്. ശിർക്കുപരമായ വിശ്വാസങ്ങൾ അവരെ അള്ളാഹുവിന്റെ കാര്യത്തിൽ എന്തുമാത്രം ധിക്കാരികളും മര്യാദകെട്ടവരുമാക്കിയിരിക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു. കൂടാതെ ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിൽ യാതൊരു പ്രശ്നവും തോന്നാതിരിക്കത്തക്കവണ്ണം അവർ എന്തുമാത്രം ബോധരഹിതരായിരിക്കുന്നുവെന്നും ഇവിടെ നമുക്ക് മനസ്സിലാകുന്നു. للذين لا يؤمنون بالآخرة مثل السوء ولله المثل الأعلى وهو العزيز الحكيم. ദുർഗുണങ്ങളാൽ വിശേഷിപ്പിക്കപ്പെടാൻ അർഹരായിട്ടുള്ളവർ പരലോക വിശ്വാസമില്ലാത്തവരാകുന്നു. അള്ളാഹുവിനുള്ളതോ അത്യുന്നതങ്ങളായ ഗുണങ്ങളത്രേ. അവൻ സർവത്തെയും അതിജയിക്കുന്നവനും യുക്തിജ്ഞാനത്താൽ സമ്പൂർണനുമല്ലോ. ولو يؤاخذ الله الناس بظلمهم ما ترك عليها من دابة ولكن يؤخرهم إلى أجل مسمى فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون. അള്ളാഹു ജനത്തെ അവരുടെ അധർമ്മത്തിന്റെ പേരിൽ ഉടനടി ശിക്ഷിക്കുകയാണെങ്കിൽ ഭൂമുഖത്ത് ഒരു ജന്തുവിനെയും അവശേഷിപ്പിക്കുകയില്ലായിരുന്നു. എന്നാൽ അവൻ ഒരു നിശ്ചിത സമയം വരെ എല്ലാവർക്കും അവസരം കൊടുക്കുകയാണ്. ആ സമയം ആസന്നമായാൽ പിന്നെ ഒരു നിമിഷം പോലും മുന്തുവാനോ പിന്തുവാനോ ആരാലും സാധ്യമല്ല. وَيَجْعَلُونَ لِلَّهِ مَا يَكْرَهُونَ وَتَصِفُ أَلْسِنَتُهُمُ الْكَذِبَ أَنَّ لَهُمُ الْحُسْنَى لَا جَرَمَ أَنَّ لَهُمُ النَّارَ وَأَنَّهُمْ مُفْرَطُونَ. ഇന്ന് ഈ ജനം തങ്ങൾക്കുവേണ്ടി ഇഷ്ടപ്പെടാത്ത വസ്തുക്കളെ അള്ളാഹുവിനായി കൽപ്പിക്കുന്നു. തങ്ങൾക്കുള്ളത് നന്മ മാത്രമാണെന്ന് അവരുടെ നാവുകൾ കളവ് പറയുകയും ചെയ്യുന്നു. അവർക്കുള്ളതോ നരകാഗ്നി മാത്രമാകുന്നു. മറ്റാരെക്കാളും മുമ്പ് അവർ അതിൽ എത്തിക്കപ്പെടുന്നതുമാകുന്നു. تالله لقد أرسلنا إلى أمم من قبلك فزين لهم الشيطان أعمالهم فهو وليهم اليوم ولهم عذاب أليم. അല്ലാഹുവാണ് സത്യം. താങ്കൾക്ക് മുമ്പും വളരെയേറെ സമുദായങ്ങളിൽ നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അന്നും ഇതുതന്നെ സംഭവിച്ചിരുന്നു. ചെകുത്താൻ ആ സമുദായങ്ങൾക്കും അവരുടെ ദുശ്ചെയ്തികളെ ഭൂഷണമായി തോന്നിച്ചിരുന്നു. ആ ചെകുത്താൻ തന്നെയാണ് ഇന്ന് ഈ ജനത്തിന്റെയും രക്ഷാധികാരിയായിരിക്കുന്നത്. ഇവരോ നോവേറിയ ശിക്ഷയ്ക്ക് അർഹരായിക്കൊണ്ടിരിക്കുകയാണ്. أنزلنا عليك الكتاب إلا لتبين لهم الذي اختلفوا فيه وهدى ورحمة لقوم يؤمنون.
ജനം ഏർപ്പെട്ടിട്ടുള്ള ഭിന്നിപ്പുകളുടെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തി കൊടുക്കേണ്ടതിനാകുന്നു നാം ഈ വേദം നിനക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ വേദം അതിൽ വിശ്വസിക്കുന്ന ജനത്തിന് സന്മാർഗദർശകവും അനുഗ്രഹവുമായിക്കൊണ്ട് അവതരിച്ചിട്ടുള്ളതാകുന്നു. ഈ ഗ്രന്ഥത്തിന്റെ അവതരണം ഈ ജനങ്ങൾക്ക് ഒരു സുവർണാവസരം ഉണ്ടാക്കിക്കൊടുത്തിരിക്കുന്നു. അവർ ഊഹത്തിന്റെയും ഭാവനകളുടെയും അടിസ്ഥാനത്തിൽ പരസ്പര വിരുദ്ധങ്ങളായ എണ്ണമറ്റ ചിന്താഗതികളിലും ആചാരങ്ങളിലും അകപ്പെട്ടിരിക്കുകയായിരുന്നു. അതിനു പകരം ഇവർക്കെല്ലാവർക്കും ഒന്നിക്കാവുന്ന സത്യാധിഷ്ഠിതവും സൃഷ്ടിപരവുമായ ഒരടിത്തറ ഇതുമൂലം ലഭിച്ചിരിക്കുന്നു. ഈ അനുഗ്രഹം ലഭിച്ചിട്ടും തങ്ങളുടെ പൂർവ്വ നിലപാടിന് മുൻഗണന നൽകാൻ മാത്രം ആരെങ്കിലും വിഡ്ഢികളാവുകയാണെങ്കിൽ അവർ നാശവും നിന്ദ്യതയുമല്ലാത്ത മറ്റൊരു പരിണാമവും കാണാൻ പോകുന്നില്ല. ഈ ഗ്രന്ഥത്തെ അംഗീകരിക്കുന്നത് ആരാണോ അവർ മാത്രമേ നേർമാർഗം പ്രാപിക്കുകയുള്ളൂ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ബർക്കത്തുകളും ലഭിച്ച് ധന്യരാവുന്നതും അവർ മാത്രമായിരിക്കും. വല്ലാഹു അൻസല മിനസ് സമാഇ മാഅൻ ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമിൻ യസ്മഊൻ. മഴക്കാലങ്ങളിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അല്ലാഹു ആകാശത്തുനിന്ന് ജലമിറക്കി നിർജീവമായി കിടന്ന ഭൂമിയെ അതുവഴി പെട്ടെന്ന് സജീവമാക്കി. നിശ്ചയം കേൾക്കുന്ന ജനത്തിന് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. ഓരോ വർഷവും നിങ്ങളുടെ കൺമുമ്പിലൂടെ കടന്നുപോകുന്ന ഒരു ദൃശ്യമാണിത്. ഭൂമി തികച്ചും വരണ്ട മൈതാനമായി മാറുന്നു. അതിൽ ജീവിതത്തിന്റെ ഒരടയാളവും കാണപ്പെടുന്നില്ല. പുല്ലും വള്ളിയുമില്ല, ഫലങ്ങളില്ല, ഇലകളും പൂക്കളുമില്ല, ഭൂമിയിലെ പ്രാണികൾ പോലുമില്ല. അങ്ങനെയിരിക്കെ മഴക്കാലം വരുന്നു. ഒന്ന് രണ്ട് ചെറിയ മഴ പെയ്യുകയേ വേണ്ടൂ, അപ്പോഴേക്കും ഇതേ ഭൂമിയിൽ ജീവിതത്തിന്റെ ഉറവകൾ പൊട്ടിയൊഴുകാൻ തുടങ്ങുന്നു. ഭൂമിയുടെ പാർശ്വങ്ങളിൽ ഒതുങ്ങി മറഞ്ഞു കിടന്നിരുന്ന കണക്കില്ലാത്ത ബീജങ്ങൾ പെട്ടെന്ന് ജീവത്താകുന്നു. ഓരോന്നിന്റെയും ഉള്ളിൽ നിന്ന് കഴിഞ്ഞ വർഷക്കാലത്ത് മുളച്ചു വന്ന ശേഷം മരിച്ചു കഴിഞ്ഞിരുന്ന ചെടികൾ വീണ്ടും മുളച്ചു പൊങ്ങുന്നു. വേനൽക്കാലത്ത് പേരും കുറിയുമില്ലാതിരുന്ന കണക്കറ്റ പ്രാണികൾ കഴിഞ്ഞ വർഷക്കാലത്ത് കാണപ്പെട്ടിരുന്ന പോലെ തന്നെ പെട്ടെന്ന് വീണ്ടും കാണപ്പെടുന്നു. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പലതവണ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ടും അല്ലാഹു മനുഷ്യരെ മരണശേഷം വീണ്ടും ജീവിപ്പിക്കുമെന്ന് പ്രവാചകന്റെ നാവിലൂടെ കേൾക്കുമ്പോൾ നിങ്ങൾ ആശ്ചര്യഭരിതരാകുന്നു. ഈ ആശ്ചര്യത്തിന്റെ കാരണം നിങ്ങളുടെ കാഴ്ച ബുദ്ധിയില്ലാത്ത ജീവികളുടെ കാഴ്ചയ്ക്ക് തുല്യമാണ് എന്നതല്ലാതെ മറ്റെന്താണ്? നിങ്ങൾ പ്രപഞ്ചത്തിലെ അത്ഭുത ദൃശ്യങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ അവയ്ക്കു പിന്നിൽ സ്രഷ്ടാവിന്റെ കഴിവിന്റെയും യുക്തിയുടെയും ദൃഷ്ടാന്തങ്ങൾ കാണുന്നില്ല. മറിച്ചാണെങ്കിൽ നബി തിരുമേനിയുടെ വിവരങ്ങൾ കേൾക്കുമ്പോൾ ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം ആ വിവരണത്തെ പ്രബലമാക്കുകയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ വിളിച്ചു പറയാതിരിക്കാൻ സാധ്യതയില്ല. وَإِنَّ لَكُمْ فِي الْأَنْعَامِ لَعِبْرَةً نُسْقِيكُم مِّمَّا فِي بُطُونِهِ مِن بَيْنِ فَرْثٍ وَدَمٍ لَبَنًا خَالِصًا سَائِغًا لِلشَّارِبِينَ. കന്നുകാലികളിലും നിങ്ങൾക്ക് പാഠമുണ്ട്. അവയുടെ ഉദരത്തിലുള്ള ചാണകത്തിനും ചോരയ്ക്കുമിടയിൽ നിന്നൊരു പാനീയം നാം നിങ്ങളെ കുടിപ്പിക്കുന്നു, അതായത് കുടിക്കുന്നവരിൽ ആനന്ദമുളവാക്കുന്ന നറും പാൽ. ചാണകത്തിനും ചോരയ്ക്കുമിടയിൽ നിന്ന് എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്: മൃഗങ്ങൾ തിന്നുന്ന ഭക്ഷണത്തിന്റെ ഒരു ഭാഗം രക്തമാവുകയും മറ്റൊരു ഭാഗം ചാണകമാവുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ മൃഗത്തിന്റെ പെൺവിഭാഗത്തിൽ അതേ ഭക്ഷണത്തിൽ നിന്നു തന്നെ മൂന്നാമത് ഒരു വസ്തു കൂടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഗുണത്തിലും വർണ്ണത്തിലും പ്രയോജനത്തിലും ഉദ്ദേശ്യത്തിലുമെല്ലാം മറ്റു രണ്ടെണ്ണത്തിൽ നിന്നും തികച്ചും ഭിന്നമായ ഒരു വസ്തു. കാലികളിലാവട്ടെ ഈ വസ്തുവിന്റെ ഉൽപ്പാദനം വളരെ കൂടുതലാണ്. അവയുടെ കുട്ടികളുടെ ആവശ്യം നിർവഹിച്ച ശേഷം ഉത്തമമായ ഒരു ഭക്ഷ്യവസ്തു എന്ന നിലയിൽ മനുഷ്യർക്കും അത് വളരെയേറെ ഉപകാരപ്പെടുന്നുണ്ട്. وَمِن ثَمَرَاتِ النَّخِيلِ وَالْأَعْنَابِ تَتَّخِذُونَ مِنْهُ سَكَرًا وَرِزْقًا حَسَنًا إِنَّ فِي ذَلِكَ لَآيَةً لِقَوْمٍ يَعْقِلُونَ. ഇതേ വിധം ഈന്തപ്പനകളിൽ നിന്നും
മുന്തിരിവള്ളികളിൽ നിന്നും വിഭവമുണ്ട്. അതിനെ നിങ്ങൾ ലഹരി പദാർത്ഥങ്ങളും ശുദ്ധഭോജ്യങ്ങളുമാക്കുന്നു. നിശ്ചയം ബുദ്ധി ഉപയോഗിക്കുന്ന ജനത്തിന് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. ഇവിടെ ഒരു വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അതായത്, ഈ പഴങ്ങളിൽ മനുഷ്യജീവിതത്തിന് അനിവാര്യമായ ഭക്ഷണമായി മാറുന്ന ഘടകവുമുണ്ട്, ചീഞ്ഞളിഞ്ഞ് ആൽക്കഹോളായി മാറുന്ന ഘടകവുമുണ്ട്. ഈ ഉറവിടത്തിൽ നിന്ന് അവന് വിശുദ്ധമായ ഭക്ഷണം കരസ്ഥമാക്കാം. അതല്ലെങ്കിൽ ബുദ്ധിയെ മന്ദീഭവിപ്പിക്കുന്ന മദ്യവും കരഗതമാക്കാം. ഏതാണതിൽ തിരഞ്ഞെടുക്കേണ്ടതെന്ന് അവന്റെ സ്വതന്ത്രമായ ഇച്ഛാശക്തിയെ ആശ്രയിച്ചിരിക്കുന്നു. മദ്യം ശുദ്ധമായ ഭക്ഷണമല്ലാത്തതിനാൽ അത് നിഷിദ്ധമാണെന്ന കാര്യത്തിലേക്കും പരോക്ഷമായ സൂചന ഇതിലുണ്ട്. وَأَوْحَى رَبُّكَ إِلَى النَّحْلِ أَنِ اتَّخِذِي مِنَ الْجِبَالِ بُيُوتًا وَمِنَ الشَّجَرِ وَمِمَّا يَعْرِشُونَ. നോക്കുക, നിന്റെ നാഥൻ തേനീച്ചകൾക്ക് വഹീ നൽകി. എന്തെന്നാൽ പർവ്വതങ്ങളിലും വൃക്ഷങ്ങളിലും മണ്ണിന് മുകളിൽ പടർത്തപ്പെടുന്ന വള്ളികളിലും കൂടുകളുണ്ടാക്കുക. ബോധകനും ബോധിതനുമല്ലാതെ മറ്റാരുമറിയാത്ത നിലയിൽ രഹസ്യമായി ബോധിപ്പിക്കുക എന്നതാണ് വഹീന്റെ ഭാഷാർത്ഥം. ഇതേ അടിസ്ഥാനത്തിലാണ് ഇൽഖാ അഥവാ ഹൃദയത്തിൽ തോന്നിപ്പിക്കുക, ഇൽഹാം അഥവാ നിഗൂഢമായി ബോധിപ്പിക്കുക എന്നീ അർത്ഥത്തിൽ ഈ പദം ഉപയോഗിക്കുന്നത്. അള്ളാഹു തന്റെ സൃഷ്ടികളെ വല്ലതും അഭ്യസിപ്പിക്കുന്നത് ഏതെങ്കിലും പള്ളിക്കൂടങ്ങളിൽ വെച്ചോ കലാലയങ്ങളിൽ വെച്ചോ അല്ല. മറിച്ച് അഭ്യസിപ്പിക്കുന്നതോ പ്രത്യക്ഷത്തിൽ കാണപ്പെടാത്ത നിലയിൽ നിഗൂഢമായിട്ടാണ്. അതുകൊണ്ടാണ് ഖുർആൻ അതിനെ വഹിയ്, ഇൽഖാ, ഇൽഹാം എന്നിങ്ങനെ വിവരിച്ചിരിക്കുന്നത്. ഇന്ന് ഈ 3 പദങ്ങളും വ്യത്യസ്തമായ സാങ്കേതിക പദങ്ങളായി മാറിയിരിക്കുന്നു. വഹിയ് പ്രവാചകന്മാരെക്കുറിച്ച് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇൽഹാം ഔലിയാക്കൾക്കും പുണ്യാത്മാക്കൾക്കും. ഇൽഖാ പൊതുവെ എല്ലാവർക്കും ഉപയോഗിക്കുന്നു. പക്ഷെ ഖുർആനിൽ ഈ സാങ്കേതികമായ വ്യത്യാസങ്ങൾ കാണപ്പെടുകയില്ല. അവിടെ ആകാശത്തിനും വഹി ലഭിക്കുന്നുണ്ട്. അതിന്റെ മുഴുവൻ വ്യവസ്ഥയും ആ വഹി അനുസരിച്ചാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂമിക്കുമുണ്ട് വഹി. ആ ബോധനം ലഭിക്കുമ്പോൾ അതിന്റെ വിശേഷങ്ങൾ പറയും. മലക്കുകൾക്കും വഹി ലഭിക്കുന്നു. അതനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. തേനീച്ചയ്ക്ക് അതിന്റെ പ്രവൃത്തികൾ അത്രയും വഹി മുഖേനയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഈ ചർച്ച ചെയ്യപ്പെടുന്ന ആയത്തിൽ അത് പ്രയോഗിച്ചത് കാണാം. ഈ വഹി പക്ഷേ തേനീച്ചയിൽ പരിമിതമല്ല. മത്സ്യത്തിന് നീന്താനും പറവകൾക്ക് പറക്കാനും പുതുതായി പിറക്കുന്ന കുട്ടികൾക്ക് പാൽ കുടിക്കാനും പഠിപ്പിക്കുന്നത് ദൈവികമായ വഹി തന്നെയാണ്. അതേപോലെ ഒരു മനുഷ്യന് ചിന്തയോ ആലോചനയോ പഠന പര്യവേക്ഷണങ്ങളോ നടത്താതെ ശരിയായ ആസൂത്രണമോ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ശരിയായ മാർഗമോ മനസ്സിലാവുകയാണെങ്കിൽ അതും വഹി തന്നെയാണ്. ഈ വഹിയിൽ നിന്നാവട്ടെ ഒരു മനുഷ്യനും ഒഴിവില്ല താനും. ഭൂമുഖത്ത് ഏതെല്ലാം കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ചിന്തകന്മാരും ഗ്രന്ഥകർത്താക്കളുമൊക്കെ എന്തെല്ലാം പരിവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ, അവയിലെല്ലാം ഈ വഹീന് പങ്കുണ്ടായിരുന്നുവെന്ന് കാണാവുന്നതാണ്. എന്നല്ല, സാധാരണ ജനങ്ങൾക്ക് തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ വെറുതെ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് ഒരു കാര്യം അങ്ങ് തോന്നും. അതല്ലെങ്കിൽ ഒരു സൂത്രം തെളിഞ്ഞു വരും. അല്ലെങ്കിൽ സ്വപ്നത്തിൽ ചിലത് കാണുകയും പിന്നീടത് അദൃശ്യമാർഗത്തിലൂടെ ലഭിച്ച ശരിയായ മാർഗദർശനമായിരുന്നുവെന്ന് അനുഭവത്തിൽ മനസ്സിലാവുകയും ചെയ്യും. വിവിധങ്ങളായ ഈ വഹിയുകളിൽ ഒരു പ്രത്യേക തരത്തിൽപ്പെട്ട വഹിയാണ് പ്രവാചകന്മാർക്ക് ലഭിക്കുന്നത്. ഈ വഹി മറ്റു വഹിയുകളിൽ നിന്ന് തികച്ചും വിഭിന്നമാകുന്നു. അതിൽ വഹി ലഭിക്കുന്ന ആൾക്ക് അത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹിയാണെന്ന് പൂർണ്ണമായും ബോധമുണ്ട്. എന്നല്ല, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് അയാൾക്ക് ദൃഢവിശ്വാസം തന്നെയുണ്ട്. അതാവട്ടെ വിശ്വാസകാര്യങ്ങളും വിധികളും നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്നതുമായിരിക്കും. അതിന്റെ ഉദ്ദേശ്യം ഈ വഹി അനുസരിച്ച് നബി ജനങ്ങളെ മാർഗനിർദ്ദേശം ചെയ്യുക എന്നതുമായിരിക്കും. ثم كلي من كل الثمرات فاسلكي سبل ربك ذللا يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس إن في ذلك لآية لقوم يتفكرون. പിന്നെ സകലവിധ പൂക്കളിൽ നിന്നും സത്ത് വലിച്ചെടുക്കുക. നിന്റെ റബ്ബ് ഒരുക്കി തന്ന വഴികളിൽ സഞ്ചരിക്കുക.
ഈ ഈച്ചയുടെ ഉള്ളറകളിൽ നിന്ന് വർണ്ണവൈവിധ്യമുള്ള ഒരു പാനീയം സ്രവിക്കുന്നു. അതിൽ മനുഷ്യർക്ക് രോഗശാന്തിയുണ്ട്. നിശ്ചയം ചിന്തിക്കുന്ന ജനത്തിന് ഇതിലും ദൃഷ്ടാന്തമുണ്ട്. റബ്ബ് ഒരുക്കിത്തന്ന വഴി എന്നതുകൊണ്ടുദ്ദേശ്യം ഒരു തേനീച്ചക്കൂട്ടത്തിന്റെ പ്രവർത്തന രീതികളും ഘടനയുമെല്ലാമാണ്. അവയുടെ കൂടിന്റെ നിർമ്മാണം, കൂട്ടായ്മയുടെ ഘടന, വ്യത്യസ്ത ജോലിക്കാരായിക്കൊണ്ടുള്ള വിഭജനം, ഭക്ഷണം ശേഖരിക്കുന്നതിനു വേണ്ടിയുള്ള നിരന്തരമായ പോക്കുവരവുകൾ, വ്യവസ്ഥാപിതമായ തേൻ ശേഖരം എന്നിവയെല്ലാം അവയുടെ രക്ഷിതാവ് സംവിധാനിച്ചു കൊടുത്ത മാർഗങ്ങളാണ്. അവയ്ക്ക് അതിനെപ്പറ്റി ചിന്തിക്കുകയോ ആലോചിക്കുകയോ ചെയ്യേണ്ട ഒരാവശ്യം വരുന്നില്ല. സുനിശ്ചിതമായ ഒരു വ്യവസ്ഥ. അതിനനുസരിച്ച് നിർണിത രീതിയിൽ കണക്കില്ലാത്ത കൊച്ചു കൊച്ചു തേൻ ഫാക്ടറികൾ ആയിരക്കണക്കിന് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നു. തേൻ രുചികരവും ഫലപ്രദവുമായ ഒരു ഭക്ഷണമാണെന്ന കാര്യം വ്യക്തമാണ്. അതിനാൽ അക്കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ അതൊരു ഔഷധമാണെന്ന കാര്യം പൊതുവായി ആർക്കും അറിവില്ലാത്തതാണ്. അതിനാൽ അതിവിടെ പ്രത്യേകം ഉണർത്തിയിരിക്കുകയാണ്. ഒന്നാമതായി, തേൻ സ്വയം തന്നെ ചില രോഗങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമാണ്. പുഷ്പങ്ങളുടെയും ഫലങ്ങളുടെയും സത്തും അവയുടെ ഗ്ലൂക്കോസും ഏറ്റവും നല്ല രൂപത്തിൽ അതിലടങ്ങിയിട്ടുണ്ട്. അതിനു പുറമെ സ്വയം ചീത്തയാവുകയില്ലെന്നതും ഒരു കാലയളവോളം മറ്റു വസ്തുക്കളെ അതിനുള്ളിൽ ചീത്തയാവാതെ സൂക്ഷിക്കുന്നുവെന്നതും അതിന്റെ പ്രത്യേകതയാണ്. ഈ പ്രത്യേകത കാരണം ഔഷധങ്ങൾ നിർമ്മിക്കുന്നതിന് അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു. ഈ ആവശ്യത്തിനു വേണ്ടി ആൽക്കഹോളിനു പകരം ഔഷധ നിർമ്മാണ രംഗത്ത് നൂറ്റാണ്ടുകളോളം ഇതാണ് ഉപയോഗിച്ചു വന്നിരുന്നത്. മാത്രമല്ല, ഏതെങ്കിലും പ്രത്യേക ഔഷധവീര്യമുള്ള സസ്യലതാദികൾ കൂടുതൽ വളരുന്ന ഒരു സ്ഥലത്താണ് തേനീച്ച അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതെങ്കിൽ ആ പ്രദേശത്തെ തേൻ കേവലം തേനായിരിക്കുകയില്ല, മറിച്ച് പ്രസ്തുത ഔഷധ ചെടികളുടെ ഏറ്റവും നല്ല ഒരു എസൻസ് ആയിരിക്കും. മാത്രമല്ല, ഏതെല്ലാം രോഗങ്ങൾക്കായുള്ള ഔഷധവീര്യം അവയിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ടോ ആ ഔഷധവീര്യം ഉൾക്കൊള്ളുന്നതുമായിരിക്കും. തേനീച്ചയുടെ ഈ പ്രവർത്തനങ്ങൾ വ്യവസ്ഥാപിതമായി ഉപയോഗപ്പെടുത്തുകയും സസ്യങ്ങളുടെ വ്യത്യസ്ത ഔഷധങ്ങളുടെ എസൻസ് എടുത്ത് അവയുടെ തേൻ പ്രത്യേകമായി സൂക്ഷിക്കുകയും ചെയ്തു നോക്കൂ. എങ്കിൽ അത് ലബോറട്ടറികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന എസൻസിനേക്കാൾ ഫലപ്രദമായിരിക്കും. ഈ വിവരണത്തിന്റെ എല്ലാം ഉദ്ദേശ്യം നബി തിരുമേനിയുടെ പ്രബോധനത്തിന്റെ രണ്ട് പ്രധാന വശങ്ങൾ സത്യമാണെന്ന് സ്ഥാപിക്കുകയാണ്. മുശ്രിക്കുകളും സത്യനിഷേധികളും ഈ രണ്ട് കാര്യങ്ങളുടെ പേരിലായിരുന്നു തിരുമേനിയെ എതിർത്തിരുന്നത്. അവിടുന്ന് ധാർമ്മിക വ്യവസ്ഥയുടെ ചിത്രം മാറ്റിമറിക്കുന്ന പരലോക ജീവിത വിഭാവനം മുന്നിൽ വെക്കുന്നുവെന്നതായിരുന്നു ഒന്ന്. രണ്ടാമത്തേത് ഇതാണ്: ബഹുദൈവത്വത്തിലും പരലോകത്തെ നിഷേധിക്കുന്ന പ്രകൃതിവാദത്തിലും കെട്ടിപ്പടുത്ത ജീവിത വ്യവസ്ഥ അപ്പാടെ അബദ്ധമാണെന്ന് വരുത്തി തീർക്കുന്നു. അള്ളാഹുവെ മാത്രം ആരാധിക്കപ്പെടേണ്ടവനും അനുസരിക്കപ്പെടേണ്ടവനും വിളിച്ചു പ്രാർത്ഥിക്കപ്പെടേണ്ടവനുമായി നബി തിരുമേനി സ്ഥാപിക്കുന്നു. മുഹമ്മദീയ പ്രബോധനത്തിന്റെ ഈ രണ്ട് ഭാഗങ്ങളും സത്യമാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണിവിടെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയിരിക്കുന്നത്. വാദത്തിന്റെ ചുരുക്കം ഇതാണ്: നിങ്ങളുടെ ചുറ്റും കാണുന്ന ഭൂമിയിലേക്ക് കണ്ണോടിക്കുക. എങ്ങും കാണപ്പെടുന്ന ഈ അടയാളങ്ങൾ നബി തിരുമേനിയുടെ വിവരണങ്ങളെയാണോ സത്യപ്പെടുത്തുന്നത്, അതല്ല നിങ്ങളുടെ ഭാവനകളെയോ? നബി പറയുന്നു, നിങ്ങൾ മരണശേഷം പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്ന്. അത് സംഭവ്യമാണെന്ന് മാത്രമല്ല, ദിനേന നിങ്ങളുടെ മുമ്പിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യുന്നുണ്ടെന്നതിന് ഭൂമിയിലെ ഓരോ വർഷക്കാലവും തെളിവ് നൽകുന്നുണ്ട്. അതേപോലെ ഈ പ്രപഞ്ചത്തിന് ഒരു ദൈവമുണ്ടെന്ന് നബി പറയുന്നു. നിങ്ങളുടെ പ്രകൃതിവാദമാകട്ടെ ഇതൊരു സ്ഥിരപ്പെടാത്ത കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ കാലികളുടെ പ്രകൃതിഘടന, ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും നിർമ്മാണം, തേനീച്ചയുടെ സൃഷ്ടി ഇവയെല്ലാം സാക്ഷ്യം വഹിക്കുന്നത് തന്ത്രജ്ഞനും കാരുണ്യകനുമായ ഒരു രക്ഷിതാവാണ് ഇവയെ രൂപപ്പെടുത്തിയതെന്നാണ്. ഇല്ലെങ്കിൽ ഇത്രയധികം ജീവികളും മരങ്ങളും ഈച്ചകളും കൂടിച്ചേർന്ന് ഒന്നായി മനുഷ്യർക്ക് വേണ്ടി ഇത്രയേറെ അമൂല്യവും രുചികരവും പ്രയോജനകരവുമായ വസ്തുക്കൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുക എന്നത് എങ്ങനെ സംഭവിക്കാനാണ്? അതേപോലെ നബി പറയുന്നു, അല്ലാഹു അല്ലാതെ നിങ്ങളുടെ ആരാധനയ്ക്കും സ്തുതികീർത്തനങ്ങൾക്കും നന്ദിക്കും അർഹനായി മറ്റൊരു ശക്തിയുമില്ലെന്ന്. നിങ്ങളിലെ ബഹുദൈവ വിശ്വാസികളാവട്ടെ അത് അംഗീകരിക്കുന്നില്ല. മാത്രമല്ല, ഒട്ടേറെ ദൈവങ്ങൾക്ക് നേർച്ചാ വഴിപാടുകൾ അർപ്പിക്കേണ്ടതുണ്ടെന്ന് ശഠിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ തന്നെ പറയൂ, ഈ പാലും ഈന്തപ്പഴവും മുന്തിരിയും തേനും അതുപോലെയുള്ള നിങ്ങളുടെ മറ്റു മുന്തിയ ഭക്ഷ്യവിഭവങ്ങളും അല്ലാഹു അല്ലാതെ മറ്റാര് ചെയ്തു തന്ന അനുഗ്രഹമാണ്? ഏതെങ്കിലും ദേവിയോ ദേവനോ വലിയോ ആഹാര സമ്പാദനത്തിന് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? വല്ലാഹു ഖലഖകും സുമ്മ യതവഫാകും
ومنكم من يرد إلى أرذل العمر لكي لا يعلم بعد علم شيئا إن الله عليم قدير. നോക്കുക, അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചു, പിന്നീട് മരിപ്പിക്കുന്നു. ചിലർ പടുവാർദ്ധക്യത്തിലേക്ക് തള്ളപ്പെടുന്നു. അങ്ങനെ എല്ലാം അറിഞ്ഞതിനു ശേഷം ഒന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥ പ്രാപിക്കുന്നതിന്. ജ്ഞാനത്തിലും കഴിവിലും അല്ലാഹു മാത്രമാണ് പരിപൂർണൻ എന്നതത്രേ യാഥാർത്ഥ്യം. നിങ്ങളുടെ ആഹാര സമ്പാദനത്തിന്റെയും വളർച്ചയുടെയും ക്രമീകരണങ്ങൾ അല്ലാഹുവിന്റെ കരങ്ങളിലാണെന്നത് മാത്രമല്ല യാഥാർത്ഥ്യം. നിങ്ങളുടെ ജീവിതവും മരണവും അല്ലാഹുവിന്റെ കരങ്ങളിൽ മാത്രം നിക്ഷിപ്തമാണ്. ജീവിതം നൽകാനോ മരണം നൽകാനോ മറ്റാർക്കും ശക്തിയില്ല തന്നെ. ഏതൊരു വിജ്ഞാനത്തിന്റെ പേരിൽ നിങ്ങൾ അഭിമാനം കൊള്ളുകയും ഭൂമിയിലെ മറ്റു സൃഷ്ടികളെക്കാൾ ശ്രേഷ്ഠത കൈവരിക്കുകയും ചെയ്യുന്നുവോ, ആ വിജ്ഞാനവും ദൈവം നിങ്ങൾക്ക് നൽകിയതാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന് അല്ലാഹു വളരെ കൂടുതൽ ആയുസ് നൽകുകയാണെന്ന് കരുതുക. എങ്കിൽ യൗവനത്തിൽ മറ്റുള്ളവരെ പഠിപ്പിച്ചിരുന്ന അതേ മനുഷ്യൻ തന്റെ ശരീരത്തെക്കുറിച്ച് പോലും ബോധമില്ലാത്ത നിലയിൽ എങ്ങനെ ഒരു ജീവച്ഛവമായി മാറുന്നുവെന്നത് നിങ്ങൾക്ക് നേരിൽ കാണാൻ കഴിയുന്നു.